ഹായ് ഹലോ, ഏവർക്കും നമസ്കാരം. മൈ ഫാം വൈബ്സിലേക്ക്. 2.5 പതിറ്റാണ്ട് നീണ്ട ദാമ്പത്യബന്ധത്തിനൊടുവിൽ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സംഗീത സ്വർണലിംഗം ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഹർജിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു നടിയുമായി താരത്തിന് വിവാഹേതര ബന്ധമുള്ളതായി ഹർജിയിൽ സംഗീത ആരോപിച്ചിരുന്നു. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിനായി വിജയും ടി.വി.കെ പാർട്ടിയും ഒരുങ്ങുന്നതിനിടയിലായിരുന്നു ഇത്തരമൊരു ഹർജി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ടി.വി.കെയുടെ മിന്നും വിജയം നേടിയ സമയത്ത് കേവല ഭൂരിപക്ഷമെന്ന പ്രതിസന്ധി തരണം ചെയ്ത് വിജയ് മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നു. ഇതിനിടെ സംഗീത സ്വർണലിംഗം ടി.വി.കെയുടെ രാഷ്ട്രീയ പ്രതിയോഗിയായ ബി.ജെ.പിയിൽ ചേർന്നു എന്ന അവകാശവാദങ്ങളും സമൂഹ മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇതേസമയം സംഗീത സ്വർണലിംഗം ബി.ജെ.പിയിൽ ചേർന്നേക്കുമെന്ന റിപ്പോർട്ട് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ്ക്ക് പുതിയ വെല്ലുവിളി ഉയർത്തുകയാണ് ഭാര്യ സംഗീത സ്വർണലിംഗം ബി.ജെ.പി ചേരുമെന്നുള്ള റിപ്പോർട്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ ഏവരെയും ഞെട്ടിച്ച പ്രകടനം കാഴ്ചവെച്ച വിജയ്ക്ക് അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായേക്കാം ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുന്നിലെ ഏറ്റവും വലിയൊരു ന്യൂസായിട്ട് നിൽക്കുന്നത്. ഇതിനിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചതും ഒരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വിജയും സംഗീതയും തമ്മിൽ ഭിന്നതകളുണ്ടെന്ന വാർത്തകളും മാധ്യമങ്ങളിൽ സജീവമാണ്. വേർപിരിയൽ അഭ്യൂഹങ്ങളും കുടുംബ പ്രശ്നങ്ങളും പൊതുശ്രദ്ധ നേടിയെങ്കിലും അദ്ദേഹം കാര്യമായ ഒരു വിജയം നേടുവാനെക്കൊണ്ടും മന്ത്രിപദത്തിലേക്ക് സ്ഥാനമേൽക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വിവാഹമോചന ഹർജി ഈ മാസം ചെങ്കൽപ്പേട്ട് കുടുംബ കോടതി പരിഗണിക്കാനിരിക്കവെയാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ചർച്ചയായിരിക്കുന്നത്. വിവാഹേതര ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കമെന്നാണ് പറയുന്നത്. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന നടി എന്ന് പറയുന്നത് തൃഷയാണെന്ന് അഭ്യൂഹങ്ങളുണ്ട്. നടൻ വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന കേസിൽ ജൂൺ 15-ന് ഇരുവരും കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ചെങ്കൽപ്പേട്ട് കുടുംബ കോടതി അറിയിച്ചിട്ടുള്ളത്. 27 വർഷം നീണ്ടുനിന്ന ദാമ്പത്യം അവസാനിപ്പിക്കാനായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംഗീത കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 20-ന് നടന്ന വാദത്തിന് ശേഷമാണ് ജഡ്ജി ശശികല കേസ് ജൂൺ പകുതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. 2021-ൽ വിജയ്ക്ക് ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതാണ് ഈ പ്രശ്നങ്ങളുടെയെല്ലാം തുടക്കമെന്ന് വിവാഹമോചന ഹർജിയിൽ സംഗീത ആരോപിക്കുന്നുണ്ട്. ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും യാതൊരു കുറ്റബോധവുമില്ലാതെ അദ്ദേഹം അത് തുടർന്നു എന്നാണ് ഹർജിയിലെ വാദം. തൻ്റെ വിവാഹബന്ധം ഇപ്പോൾ പേപ്പറിൽ മാത്രമാണ് നിലനിൽക്കുന്നതെന്നും ഇനിയൊരു ഒത്തുതീർപ്പിന് സാധ്യതയില്ലെന്നും ഇവർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിജയ് തന്നെ തൻ്റെ സാമൂഹികവും ഔദ്യോഗികമായ സർക്കിളുകളിൽ നിന്ന് ഒഴിവാക്കിയതായി സംഗീത ആരോപിച്ചു. എന്നാൽ അതേസമയം നടിയോടൊപ്പം അദ്ദേഹം വിദേശ യാത്രകൾ നടത്തുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതായിട്ടും പരാമർശങ്ങളുണ്ട്. ഇത്തരം പരിപാടികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചാരം സൃഷ്ടിച്ചിട്ടുണ്ട്. തനിക്കും മക്കളായ ജെയ്സൺ സഞ്ജയ്ക്കും ദിവ്യ സാക്ഷിക്കും വലിയ അപമാനവും മാനസിക വിഷമവും ഉണ്ടാക്കുന്നതായിട്ടും സംഗീത ഹർജിയിൽ പറയുന്നു. തൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിയന്ത്രിക്കപ്പെട്ടതായും അവർ ആരോപിക്കുന്നുണ്ട്. വിവാഹമോചന വാർത്തകൾക്കിടയിലും വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിൻ്റെ അതായത് ടി.വി.കെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ തിരക്കിലായിരുന്നു. കൂടാതെ പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ റിലീസാകാൻ പോകുന്ന ജനനായകൻ ഉടൻ തിയേറ്ററിലേക്ക് എത്തും എന്നതാണ്. ജൂൺ 15-നാണ് അതിൻ്റെ ഒരു തീരുമാനം അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും അദ്ദേഹം തമിഴ്നാടിനെ നല്ല രീതിയിൽ ഭരണം നയിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അതും വളരെ വൈറലായി തന്നെയാണ് പ്രചാരത്തിലുള്ളത്. വിജയുടെ സത്യപ്രതിജ്ഞ സാക്ഷി വഹിക്കാനായി അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളും എത്തിയിരുന്നു. പക്ഷേ എല്ലാം ശ്രദ്ധയും പോയത് നടി തൃഷയിലേക്കായിരുന്നു എന്നതും ഒരു പരാമർശമായിട്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു. വിജയ്ക്ക് ആശംസകളുമായി തൃഷ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് വളരെയധികം സദസ്സിൽ മുൻനിരയിൽ ഇരുന്നതും വളരെ ചർച്ചാ കേന്ദ്രമായി മാറിയിരുന്നു. വിജയുടെ അമ്മ തൃഷയെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നത് വളരെയധികം പരാമർശങ്ങൾ ഉന്നയിക്കപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയുക. സംഗീത ബി.ജെ.പിയിൽ ചേരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വ്യക്തമായി കമൻറ്റിൽ കുറിക്കുമല്ലോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ.